ഉടക്കിയാൽ ഞെക്കിക്കൊല്ലുന്ന സ്വഭാവമാണ് ട്രംപിനുള്ളത്. ട്രംപും എലോൺ മസ്കും തമ്മിലുള്ള സൗഹൃദം അറിയാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നത് കൊണ്ട് തന്നെ പിണങ്ങിയ നാൾ മുതൽ മസ്കിനെ എങ്ങനെ പുകച്ചു പുറത്തു ചാടിക്കാം എന്ന് മാത്രമാണ് ട്രംപ് ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇലോൺ മസ്കിനെതിരായ ട്രംപിന്റെ നീക്കങ്ങൾ പൊളിഞ്ഞു പാളീസായി എന്നാണ് മനസ്സിലാവുന്നത്. മസ്ക് നേതൃത്വം നൽകുന്ന ബഹിരാകാശ ദൗത്യ സ്ഥാപനമായ സ്പേസ് എക്സിനുള്ള അമേരിക്കയുടെ കരാറുകൾ റദ്ദാക്കാനുള്ള ട്രംപിന്റെ നടപടികൾ പക്ഷേ ഫലം കണ്ടിട്ടില്ല. മസ്കുമായി ഭിന്നത രൂക്ഷമായ പശ്ചാത്തലത്തിലായിരുന്നു കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇത് പ്രകാരം അനാവശ്യ കരാറുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ ട്രംപ് വൈറ്റ് ഹൗസിന് നിർദ്ദേശവും നൽകി. എന്നാൽ കരാറുകൾ ഒട്ടുമിക്കവയും നിർണായകമാണെന്നും റദ്ദാക്കാനാവില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ നാസയും പെന്റഗണും സ്പേസ് എക്സിന് അനുകൂലമായ നിലപാടാണ് എടുത്തത് എന്നതും തിരിച്ചടിയായി മാറി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലടക്കം ട്രംപിനെ ശക്തമായി പിന്തുണച്ച മസ്ക് ട്രംപ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ നിയമത്തെ ചൊല്ലിയാണ് ഭിന്നതയിലായത്. ട്രംപ് ഭരണകൂടത്തെ സഹായിക്കാൻ രൂപീകരിച്ച ഡോജിന്റെ തലവനായിരുന്നു മസ്ക്. എന്നാൽ ഭിന്നതയെ തുടർന്ന് അമേരിക്ക പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി മസ്ക് ആരംഭിച്ചിരുന്നു. മസ്കുമായി ഭിന്നത രൂക്ഷമായ പശ്ചാത്തലത്തിലായിരുന്നു കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇതുപ്രകാരം അനാവശ്യ കരാറുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ ട്രംപ് വൈറ്റ് ഹൗസിൽ നിർദ്ദേശം നൽകുകയായിരുന്നു. മസ്കിന്റെ കമ്പനികൾക്ക് ശതകോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ളതെന്നും അവ റദ്ദാക്കിയാൽ തന്നെ യുഎസിന് സാമ്പത്തികമായി വലിയ ആശ്വാസം ലഭിക്കുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇതൊക്കെ മസ്കിനെ വലിയ രീതിയിൽ തന്നെയാണ് ചൊടിപ്പിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കുന്ന ഗവൺമെന്റ് സബ്സിഡീസ് റദ്ദാക്കിയത് ഉൾപ്പെടെ ഹരിതോർജ്ജ മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ബില്ലിലെ നിർദ്ദേശങ്ങളാണ് മസ്കിനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ട്രംപ് ഭരണകൂടത്തെ സഹായിക്കാൻ രൂപീകരിച്ച ഡോജിന്റെ തലവനായിരുന്നു മസ്ക്. ആ സ്ഥാനം ഉപേക്ഷിച്ചാണ് ട്രംപിനെതിരെ വിമർശനം തൊടുത്തത്. അമേരിക്കയെ പാപ്പരാക്കുന്ന വിനാശകരമായ ബില്ലാണ് ട്രംപിന്റേതെന്നും മസ്ക് തുറന്നടിക്കുകയുണ്ടായി. ഇതോടെ ട്രംപ് മസ്ക് ഭിന്നത കൂടുതൽ കലുഷിതമായിരുന്നു. പെന്റഗണിൽ നിന്നും ഏപ്രിൽ 5.9 ബില്യൺ ഡോളർ, അതായത് ഏകദേശം 50,000 കോടി രൂപ മതിക്കുന്ന 28 കരാറുകൾ സ്പേസ് എക്സ് നേടിയിരുന്നു. നാസയാകട്ടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് അടുത്ത സംഘത്തെ ഈ മാസം അയക്കാനിരിക്കുന്നത് സ്പേസ് എക്സിന്റെ സഹകരണത്തോടു കൂടിയുമാണ്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ 2 സ്പേസ് ക്രാഫ്റ്റിനാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ചും ദൗത്യ സംഘത്തെ കൊണ്ടുപോകാനുള്ള സർട്ടിഫിക്കേഷൻ ഉള്ളത്. ട്രംപുമായുള്ള തർക്കം രൂക്ഷമായ വേളയിൽ ക്രൂ ഡ്രാഗൺ പ്രവർത്തനം നിർത്തുമെന്ന് മസ്ക് ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. ഇത് നാസയിൽ ആശങ്കയും സൃഷ്ടിച്ചിരുന്നു. രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമായ നിരവധി സാറ്റലൈറ്റുകളുടെ സേവനവും സ്പേസ് എക്സ് നിലവിൽ നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കരാറുകൾ റദ്ദാക്കുന്നത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്.